ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സ്വീകരണമൊരുക്കി കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്റർ. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി P. രാജീവ് മുഖ്യാതിഥിയായി. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ പേരിലുള്ള ലൈബ്രറി റൂമും പ്രവർത്തനം ആരംഭിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടി നാടിന്റെ അഭിമാനമായ PR ശ്രീജേഷിന് റീജിയണൽ സ്പോർട്സ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. മന്ത്രി P. രാജീവ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് അഭിമാനമായി 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാകാൻ ശ്രീജേഷിന് കഴിഞ്ഞത് ആത്മസമർപ്പണം കൊണ്ടാണെന്ന് മന്ത്രി P. രാജീവ്. വീണ്ടും ഒരു മെഡൽ നേടി എന്നുള്ളത് ചരിത്രത്തിലെ മലയാളിയെ സംബന്ധിച്ച ആദ്യത്തെ അനുഭവം. അത് നമ്മുടെ നാട്ടിൽ തന്നെ സന്തോഷിക്കുന്നു. അതിൽ പ്രധാനം അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ്. റീജിയണൽ സ്പോർട്സ് സെന്റർ കടവന്ത്രയുടെ ഉപഹാരമായി 5 ലക്ഷം രൂപ പാരിതോഷികവും RSCയുടെ 100 ഗ്രാം ഭാരമുള്ള വെള്ളി നാണയവും മന്ത്രി P. രാജീവ് PR ശ്രീജേഷിന് സമ്മാനിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി കായിക മേഖലയിൽ അനുവർത്തിക്കേണ്ട ചില ബാലപാഠങ്ങൾ ഒളിമ്പ്യൻ ശ്രീജേഷ് പങ്കുവച്ചു. എന്ത് ചെയ്താലും, സ്പോർട്സ് ചെയ്താലും, കലയിലാണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും ഞാൻ എന്തിനാണത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ലക്ഷ്യം കിട്ടും. രണ്ടാമത് ഞാൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് മതിയോ? എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടാൽ മതിയോ? ഇത്ര ഹാർഡ് വർക്ക് ചെയ്താൽ മതിയോ? ആ 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാവും, ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ട വഴിയും മനസ്സിലാവും. പാരീസിൽ നിന്ന് നേടിയ വെങ്കല മെഡൽ കുട്ടികൾക്ക് മുന്നിൽ ഉയർത്തിക്കാണിച്ച ശ്രീജേഷ് ലഹരിക്കെതിരായ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്താണ് മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.